സോ അഗൈൻ വെൽക്കം ബാക്ക് ടു ലേൺലി. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. എടാ ഒന്നുമില്ലടാ, കണ്ടിന്യൂഷൻ ആണ്. ബട്ട് ചെറുതായിട്ട് ടോപ്പിക് ഒന്ന് മാറ്റുകയാണ്. എന്താണ്? എറർ അനാലിസിസ് ആണ്. അതായത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കാണുന്നില്ലല്ലോ. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു ലേൺലി. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഒന്നുമില്ലടാ, പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അവർക്ക് എന്താക്കാണ്, ചെറുതായിട്ടൊന്ന് ടോപ്പിക്ക് മാറ്റി പിടിക്കുകയാണ്. നമ്മൾ എന്ത് കൊടുക്കുകയാണ്? എറർ അനാലിസിലേക്ക് ഒന്ന് കയറി ഇറങ്ങാണ്. കാരണം എറർ അനാലിസിസ് എന്തായിട്ടുണ്ട്, റീസെൻ്റ് ആയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പം കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന നീറ്റിൻ്റെ എക്സാം നോക്കിയോ, അവിടെ എററിന് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ നമുക്ക് എന്താണ്, എറർ അനാലിസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലിസൺ. എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് റേഡിയസ് ഓഫ് എ സ്ഫിയർ ഈസ് 2%. Then error in the measurement of volume is. അതാണ് ക്വസ്റ്റ്യൻ. Then error in the measurement of volume is. എടാ ഒന്നുമില്ല, നമ്മുടെ അടുത്തൊരു സ്ഫിയർ ഉണ്ട്. ഈ സ്ഫിയറിൻ്റെ റേഡിയസ് മെഷർ ചെയ്തേരാം നമുക്ക് കിട്ടിയ പെർസെൻറ്റേജ് എറർ എത്രയാടാ? പെർസെൻറ്റേജ് എറർ 2% ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പം എത്ര പെർസെൻറ്റേജ് എറർ വരാനുള്ള ചാൻസ് ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, എത്ര എറർ വരും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറയുന്നത്. ശ്രദ്ധിക്കണേ, ഫിസിക്സിൽ എറർ ഇല്ലാത്തൊരു മെഷർമെൻറ്റ് എന്തില്ല, അർത്ഥമില്ല. ഞാൻ ഈ പേനൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുകയാണ് അല്ലേ, എനിക്ക് ചിലപ്പം കൈക്ക് വേർപ്പുണ്ടാവും അല്ലേ, ചിലപ്പം കൈ പെട്ടെന്ന് വേർക്കും, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ഞാനും വേറൊരാളും പെർഫോം ചെയ്യുകയാണെങ്കിൽ എന്താവും, ആ എക്സ്പെരിമെൻറ്റിൽ എന്തുണ്ടാവും, ചില റീഡിങ് ഞങ്ങൾ മാർക്ക് ചെയ്ത റീഡിങ്ങിലൊക്കെ എന്തുണ്ടാവും, വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഞാനിത് സ്കെയിൽ വെച്ച് മെഷർ ചെയ്താലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് മെഷർ ചെയ്താലും അവിടെ എന്താവും, എറർ ഉണ്ടാവും. അങ്ങനെയുള്ള എറർ അനാലിസിസിലെ ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് തന്നിട്ടുണ്ട്, റേഡിയസിൻ്റെ പെർസെൻറ്റേജ് എറർ എത്രയാണ്? 2% ആണ്. അങ്ങനെയാണ് വോളിയത്തിൽ എററാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം എന്തറിയണം, വോളിയത്തിൻ്റെ എക്സ്പ്രഷൻ അറിയണം. വോളിയം ഈക്വൽ ടു 4/3 πr³ ആണ്. ശ്രദ്ധിക്കണം എടാ, ഇവിടെ വോളിയത്തിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ എഴുതി വെച്ച് വോളിയം ഈക്വൽ ടു 4/3 πr³ ആണ്. ഒന്നും നോക്കാനില്ല, കണ്ണു പൂട്ടി വെട്ടിക്കോ. ഇവിടെയുള്ള കോൺസ്റ്റന്റ് ഒക്കെ എന്താക്കുക, വെട്ടിക്കോ. 4ഉം 3ഉം 5ഉം ഞാൻ വെട്ടി. ഇനി V ഈക്വൽ ടു എത്രയാ? r³ എന്ന് കിട്ടി. V ഈക്വൽ ടു r³ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കണേടാ, ആറിന്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടടാ. എത്രയാണ്? 2% ആണ്. ആറിന്റെ പവർ എത്രയാ അവിടെ? 3 ആണ്. ആറിന്റെ പവർ ഇവിടെ 3 ആണ്. ആറിന്റെ പെർസെൻറ്റേജ് അവിടെ 2 ആണ്. അങ്ങനെയാണ് വോളിയത്തിന്റെ പെർസെൻറ്റേജ് എറർ എന്ന് നോക്കിക്കോളെ. വോളിയത്തിന്റെ പെർസെൻറ്റേജ് എറർ എന്ന് വെച്ചാൽ ആറിന്റെ പവർ 3 ഇൻറ്റു ആറിന്റെ പെർസെൻറ്റേജ് എറർ എത്രയാ? 2 ആണ്. 3 ഇൻറ്റു 2 3 ഇൻറ്റു 2 ഈക്വൽ ടു എത്രയാ? 6%. സോ ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ഇനി വേണമെങ്കിൽ അടുത്ത എക്സാമിൻ്റെ സർഫസ് ഏരിയകളിൽ എന്ത് ചോദിക്കാം, ഇതിൻ്റെ സർഫസ് ഏരിയ, അതായത് സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എത്ര എറർ ഉണ്ടാവും ചോദിക്കാം. അതും കൂടി വേണം ഇവിടെ പറഞ്ഞുതരാം അല്ലേ. സ്ഫിയർ ഇതാണ്, സ്ഫിയറിൻ്റെ റേഡിയസ് 6 ആണ്. ആറിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടടാ 2. പോയോ? ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ആറിൻ്റെ പെർസെൻറ്റേജ് എത്രയാ? 2% ആണ്. ഇനി അടുത്ത വർഷോട് ചോദിക്കുകയാണ്, കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് ഇറ്റ് സർഫസ് ഏരിയ എന്ന് ചോദിക്കുകയാണ്. സോ സർഫസ് ഏരിയൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ബൈ ഹാർട്ടാണ്. ഒരു സ്ഫിയറിൻ്റെ 4 πr² ആണ് അല്ലേ. നേരത്തെ ചെയ്ത പോലെ തന്നെ കോൺസ്റ്റന്റ് ധൈര്യത്തിൽ വെട്ടിക്കോ. 4ഉം 5ഉം ഞാൻ വെട്ടി. അങ്ങനെയാണ് സർഫസ് ഏരിയ ഈക്വൽ ടു എക്സ്പ്രഷൻ ഇങ്ങനെയായിട്ട് മാറിയില്ലേ, r². ഇനി സർഫസ് ഏരിയൻ്റെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേടാ, ആറിന്റെ പവർ 2 ആണ്. ആ പവർ അതേപോലെ എഴുതാ. ആറിന്റെ പെർസെൻറ്റേജ് എറർ എത്രയാണ്? 2 ആണ്. 2 ഇൻറ്റു 2 ഈക്വൽ ടു 4% ഈസ് ദ കറക്റ്റ് ആൻസർ. ഇതേപോലത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ചാൻസ് ഉണ്ട്. നീറ്റിന് ഇതേ ടൈപ്പ് ആയിരുന്നു ചോദിച്ചത്. അതിൻ്റെ അഡ്വാൻസ് ലെവൽ നമുക്കത് സോൾവ് ചെയ്യാം. ഓക്കെ, സോ മനസ്സിലായിരിക്കുന്നു പ്രതീക്ഷിക്കുകയാണ്. സോ വി വാണ്ട് ടു മൂവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിസൺ. ദ ലെങ്ത് ഓഫ് ദി റോഡ് ഈസ് 11.05 plus or minus 0.05 centimeter. What is the length of two road? Simple question ആണ് അല്ലേ. ഒരു റോഡിൻ്റെ ഒരു സ്കെയിലിലെ ലെങ്ത് തരികയാണ് 11.05 പ്ലസ് ഓർ മൈനസ് 0.05 ആണ്. 0.05 ആണ്. 0.05 എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ മീൻ ആബ്സല്യൂട്ട് എററാണ്. മീൻ ആബ്സല്യൂട്ട് എറർ ആണ്. 11.05 എന്ന് വെച്ചാൽ ഇതിന്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ എന്താണ്, ആവറേജ് വാല്യൂ ആണ്.
മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ. ഇതേപോലത്തെ 2 റോഡ് ഉണ്ടടാ, ഇതേപോലത്തെ 2 പേൻ എടുക്കാണ്, എന്നിട്ട് കൂട്ടാനാ പറയാൻ. അപ്പൊ ഇങ്ങനെ കൂട്ടുമ്പോൾ L1 പ്ലസ് L2 ആണ് ചെയ്യുന്നത്. അപ്പൊ മീൻ വാല്യൂ അതേപോലെ ആണ് കൂട്ടാം. 11.05 പ്ലസ് 11.05. നോക്കിയേ, 0.5 0.5 കൂട്ടിയാൽ 0.1, 11 11 കൂട്ടിയാൽ 22.1. അപ്പൊ 22.1 സ്റ്റാർട്ട് ചെയ്യാം അല്ലേ, 22.10 അല്ലെങ്കിൽ 22.1 സ്റ്റാർട്ട് ചെയ്യും. അതിൽ തന്നെയാണ് എല്ലാ ഓപ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി എന്താക്കണം, ഇതിന്റെ എറർ പാർട്ട് നോക്കുക. മീൻ ആബ്സല്യൂട്ട് എറർ നമ്മൾ ഈ കേസിൽ എന്താ ചെയ്യുക, ആഡ് ചെയ്യാണ് ചെയ്യുക അല്ലേ. അപ്പം 0.05ഉം 0.05ഉം കൂട്ടിയാൽ 0.10 എന്ന് കിട്ടും. അപ്പോൾ നോക്കി നോക്കി, 22.10 പ്ലസ് ഓർ മൈനസ് 0.10 അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ നോക്കി നോക്ക്. 22.1 0.1 ഏതാ വരിക, ഓപ്ഷൻ നമ്പർ ബി ആണ്. ഒന്നുമില്ല, മീൻ ആബ്സല്യൂട്ട് എറർ അതേ ടൈം ആഡ് ചെയ്യുക, മീൻ വാല്യൂ അതേ ടൈം ആഡ് ചെയ്യുക. ഇനി മൈനസ് വന്നാലും മീൻ വാല്യൂ ആഡ് ചെയ്യൂ, മീൻ ആബ്സല്യൂട്ട് എറർ എന്താവൂല, ആഡ് ചെയ്യൂല. അതായത് ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറയാണ്, L1 is equal to, നമ്മൾ ബേസിക് റൂളാണ് കേട്ടോ, ഇതിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, 15 പ്ലസ് ഓർ മൈനസ് 0.06 ആണ്. ഞാൻ L2 പറയാണ് 12 പ്ലസ് ഓർ മൈനസ് 0.03 ആണ്. കാൽക്കുലേറ്റ് L1 പ്ലസ് L2, L1 മൈനസ് L2 ആണ്. നോക്കണം, L1 പ്ലസ് L2 എന്ന് പറയുമ്പോൾ നേരത്തെ ചെയ്ത പോലെ രണ്ടും കൂട്ടാം. 15 12 കൂട്ടിയാൽ 27 പ്ലസ് ഓർ മൈനസ് അതിൻ്റെ എററും കൂട്ടാം 0.09. പ്രശ്നമില്ലല്ലോ, നേരത്തെ അതേ പ്രോബ്ലം ആണ്. ഇനി L1 മൈനസ് L2 ചെയ്യുമ്പോൾ എടാ L1 ആരെ കുറക്കാം, L2 നമുക്ക് മൈനസ് ചെയ്യാം. 15 15 12 മൈനസ് ചെയ്താൽ അവിടെ 3 വരും, പ്ലസ് ഓർ മൈനസ്. അടുത്തതാണ് പ്രശ്നക്കാരൻ, 0.06ഉം 0.03ഉം മൈനസ് ചെയ്യാൻ പാടില്ല, അതും എന്താക്കണം, ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്ത് എത്രയാ, 0.09. അതായത് അഡിഷൻ ആയിക്കോട്ടെ സബ്സ്ട്രാക്ഷൻ ആയിക്കോട്ടെ ചെയ്യുന്നത്, അവിടെ നമ്മൾ മീൻ ആബ്സല്യൂട്ട് എററിന്റെ ഭാഗം എന്താ ചെയ്യുക, കോമൺ ആയിട്ട് ആഡ് ചെയ്യാണ് ചെയ്യുക. അത് ഡെറിവേറ്റീവിലൊക്കെ പോകുക, മാത്സിലെ ഹയർ ലെവൽ ഡെറിവേറ്റീവിലൊക്കെ പോകുമ്പോൾ അതിന്റെ കറക്റ്റ് പ്രൂഫ് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ എറർ അനാലിസിന്റെ പ്ലസ് ഓർ മൈനസിലെ പ്രൂഫ്, എനിക്ക് പ്ലസ് 2 പഠിക്കുമ്പോൾ പല സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡെറിവേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവിൽ വരുമ്പോൾ ആ ഡെൽറ്റയും DX ഒക്കെ വരുന്ന റെഡിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പ്രൂഫ് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഓർമ്മിച്ചേക്കാം, 0.06ഉം 0.03ഉം തന്നെ അഡിഷൻ ആയിക്കോട്ടെ മൈനസ് ആയിക്കോട്ടെ നമ്മൾ മീൻ ആബ്സല്യൂട്ട് എറർ എന്താ ചെയ്യുക, എല്ലപ്പോൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ, അടുത്ത ക്വസ്റ്റ്യൻ. The maximum error in the measurement of the mass and length of the side of a cube are 3% and 2%. The maximum error in the measurement of density. ശ്രദ്ധിക്കണേടാ, the maximum error in the measurement of the mass and length of the side of a cube. എടാ ഒരു ക്യൂബ് ഉണ്ടടാ, ഒരു ക്യൂബ് ഉണ്ട്. ക്യൂബിന്റെ പ്രത്യേകത നമുക്കറിയാം, എല്ലാ സൈഡും എന്തായിരിക്കും എടാ, സെയിം ആയിരിക്കും. ഈ ഒരു ക്യൂബിന്റെ എല്ലാ സൈഡിന്റെ ലെങ്ത്തിൽ ഉണ്ടാകുന്ന എററാണ് എത്ര തന്നെ, 2%. അല്ലേ, ഇതിന്റെ മാസിന്റെ എറർ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടടാ, എത്രയാണ്, 3% ആണ്. എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കാം ഇതിന്റെ ഡെൻസിറ്റിയിൽ എത്ര പെർസെൻറ്റേജ് എറർ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണം, കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഡെൻസിറ്റിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, റോസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസ് അവിടെ തന്നിട്ടുണ്ടടാ, വോളിയം എന്ന് പറയുമ്പോൾ എന്താ, ക്യൂബിന്റെ കേസിൽ ഇത് L, ഇത് L, ഇത് L, എല്ലാ സൈഡും L ആണെങ്കിൽ വോളിയത്തിന്റെ എന്താണ്, L ക്യൂബായിട്ട് മാറും. സോ റോസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ, M/L³ ആടാ. റോസ് ഈക്വൽ ടു ഡെൻസിറ്റി ഈക്വൽ ടു നോക്കണേ, M/L³ ആണ്. അതോടെ ആൻസർ ആയി. എമ്മിന്റെ പവർ 1 ആ. എമ്മിലുള്ള പെർസെൻറ്റേജ് എറർ എത്ര തന്നിട്ടുണ്ട്, 3 ആ തന്നിട്ട്. ഇതിനെയും കൊണ്ട് എമ്മിലുള്ള പെർസെൻറ്റേജ് എറർ എത്രയാ തന്നിട്ടുണ്ടടാ, 3% ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേസമയം ലെങ്തിലുള്ള പെർസെൻറ്റേജ് എറർ അവർ തന്നത് എത്രയായിരുന്നു, 2% ആയിരുന്നു. ഇനി ആരെ പേടിക്കാൻ, റോന്റെ പെർസെൻറ്റേജ് എറർ നമ്മൾ കണ്ടുപിടിക്കുക. എമ്മിന്റെ പവർ 1 ആ, 1 ഇൻറ്റു എമ്മിലുള്ള പെർസെൻറ്റേജ് എറർ 3 ആണ്, 3 കൊടുത്ത് 1 ഇൻറ്റു 3 പ്ലസ് എല്ലിൻ്റെ പവർ 3 ആണ്, അതിലെ പെർസെൻറ്റേജ് എത്രയാ, 2 ആണ്. അപ്പോൾ 1 ഇൻറ്റു 3 3 പ്ലസ് 3 ഇൻറ്റു 2 എത്രയാ, 6. 3 പ്ലസ് 6 ഈക്വൽ ടു എത്ര, 9. 9% ആണ് കറക്റ്റ് ആൻസർ.
ഇനി ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് സോൾവ് ചെയ്ത ഒരു കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. റോസ് ഈക്വൽ ടു എം ബൈ എൽ ക്യൂബ്. ആ കുട്ടി ചെയ്തത് എൽ ക്യൂബിനെ നേരെ മുകളിലോട്ടേക്ക് എടുത്തു. റോസ് ഈക്വൽ ടു എം ഇൻറ്റു എൽ റേസ് ടു -3 എന്ന് എഴുതി. എന്നിട്ട് പറഞ്ഞു എമ്മിൻ്റെ പവർ 1 അല്ലേ, 1 × 3 പ്ലസ് എല്ലിൻ്റെ പവർ -3 അല്ലേ, എല്ലിൽ എത്ര ഉണ്ട്, 2 ഉണ്ട്. എന്നിട്ട് ആ കുട്ടി എഴുതി വെച്ച് 3 - 6 = -3%. ഈ മെത്തേഡ് എന്താണ്, തെറ്റാണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ആ പ്രൂഫിനെ റെഡിക്ക് നമ്മൾ പ്രൂഫിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റൂല. ഇത് നമ്മൾ പറയുന്നത് ഇതിൻ്റെ അരിത്തമാറ്റിക്സിൻ്റെയും സബ്സ്ട്രാക്ഷൻ്റെയും ബേസ് ചെയ്തിട്ടുള്ള ആ ഡെറിവേഷൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പം അടിയിലാണോ ഒരു എക്സ്പ്രഷൻ ഉള്ളത് അടിയിൽ തന്നെ വെക്കുക, അതിനടുത്ത് മുകളിലോട്ടേക്ക് കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, പവർ എപ്പോൾ എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം എന്ന് ഓർമ്മിച്ചേക്കാം. പവർ എപ്പോൾ പോസിറ്റീവ് ആണെന്ന് ഓർമ്മിച്ചേക്കാം. L raised to -3 ആണെങ്കിൽ അടിയിലോട്ടേക്ക് എടുക്കും. ഇപ്പോൾ എന്താക്കി എടുക്കാൻ പാടില്ല, നെഗറ്റീവ് ആക്കി എടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് തെറ്റും. അങ്ങനെ ഒരു കുട്ടി ക്ലാസ്സിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ട് എന്താക്കി -3 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് തെറ്റാണ്. എത്രയാണ് ആൻസർ, 9% ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. സോ ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. ഇതിന് ശേഷം എന്താണ്, ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമ്മൾ എന്താക്കണം, ഈ സ്ലൈഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണം. അതിന് ശേഷം എന്താക്കാണ്, ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ എന്താവും അപ്ലോഡ് ചെയ്യും. സോ അതുവരെ എന്താക്കുക, നമ്മൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക, ഇതേപോലത്തെ പ്രോബ്ലം കണ്ടുപിടിക്കുക, സ്വന്തമായിട്ട് സോൾവ് ചെയ്യുക. സോ താങ്ക് യു.